മലയാളം സിനിമ 75 ഇയേഴ്സ് പേശും പടം അതാണല്ലോ. 75 വർഷം അത് മലയാളം പടമായി. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹം ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 51 വർഷമായി. ഇത് 51ാമത്തെ വർഷമാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ അനുഭവമുള്ള ഒരാളെ നമ്മൾ കണ്ടുകിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ടി വിയിൽ വരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുമില്ല. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം നമ്മൾ ചോദിച്ചോടനെ വരാം എന്ന് സമ്മതിച്ചു. ഇപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. ഷൺമുഖൻ ചിറ്റപ്പൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മരുമകനുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ ഗൾഫിലോ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇനി അതിനെ ആരടാ ചിറ്റപ്പാന്ന് വിളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിറ്റപ്പ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാമെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ ചിറ്റപ്പ എന്നാണ് വിളിക്കുന്നത്. അത് ആർക്കും അറിഞ്ഞൂടാ. ഇന്നാണ് ഞാനിത് പറയുന്നത്. മിസ്റ്റർ ഷൺമുഖം ചിറ്റപ്പ 51 വർഷമായി. എങ്ങനെ ഈ ഫീൽഡിൽ വന്നു? എൻ്റെ അമ്മാവൻ NB ശിവറാം ചേച്ചിക്ക് അറിയാം. ലളിതാ പത്മിനി അവർക്കൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ചേച്ചിക്ക് ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ അമ്മയുടെ 8ാമത്തെ അനുജന. അത് ശരി. അദ്ദേഹം വരുമ്പോഴൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഞാൻ സ്കൂൾ അന്ന് മെട്രിക്കുലേഷൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൂടെ പോകും. അങ്ങനെ പോയി പുള്ളിയുടെ കൂടെ കുറച്ച് കാലം അങ്ങനെ നടന്നു. അതായത് ആ കോടമ്പാക്കത്ത് ഇദ്ദേഹത്തിന് ഒരു മേക്കപ്പ് റൂം തന്നെ ഉണ്ടായിരുന്നു, AC റൂം. പുള്ളി ഫോറിനിൽ പോയി പഠിച്ചു വന്ന ആളാണ് മേക്കപ്പ്. ലണ്ടൻ, റഷ്യ, NB ശിവറാം എനിക്കറിയാം, ചേച്ചിക്ക് അറിയാം. പിന്നെ BA ചിദംബരം നായർ എൻ്റെ അളിയനാണ്. ഓഹോ, രാജാമണി എൻ്റെ മരുമകനാണ്. ശരി. അതൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ കുടുംബ പാരമ്പര്യമാണ്. കലയിൽ ഞാൻ വന്ന് ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് വന്നതല്ല. ഞാൻ നാരായണൻ കമ്പനിയിൽ ആദ്യമായിട്ട് വന്നത്. അപ്പൊ ഞാൻ ചിറ്റപ്പനെ കണ്ടിട്ടുണ്ട്. നാരായണൻ കമ്പനി. അപ്പൊ കൊച്ചുകുട്ടി ഡാൻസ് ആടിക്കൊണ്ടൊക്കെ നിൽക്കും ഇല്ലേ, നല്ല സ്മൂത്ത്. ലളിത ചേച്ചിയുടെ ലളിതാ പത്മിനി ചേച്ചിയുടെ കൂടെയൊക്കെ അമ്മച്ചുണ്ട്. ഷാരുവിന്റെ വലിയ നാരായണൻ കമ്പനിയുടെ മകള്. ഷാരൂഖ് ഇപ്പോഴും ഉണ്ട്, ഞാൻ കാണാറുണ്ട്. പിന്നെ ബാമയും അവരൊക്കെ ഹൈദരാബാദ് പോയി. അവര് ചേച്ചിയൊക്കെ മരിച്ചു. പട്ടണ ഇപ്പോഴുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചിറ്റപ്പൻ അവിടെ നിന്നും ഞാൻ 18 കൊല്ലം. അതാണ് എൻ്റെ ബേസിക് സിനിമയിലെ ബേസിക് അവിടെ നിന്നായിരുന്നു. പിന്നെ ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്ത് എനിക്ക് എൻ്റെ ആക്ച്വലായിട്ട് ഞാൻ പറയാൻ പോയാൽ നാരായണ കമ്പനിയാണ് എനിക്ക് ഈ ലെവലിലൊരു അല്ല. പിന്നെ SSLCയും മെട്രിക്കുലേഷനും പിന്നെ മറ്റേ കോളേജ് എല്ലാവേ തന്നിട്ടുള്ളത്, സിനിമയിൽ തന്നിട്ടുള്ള നാരായണ കമ്പനിയാണ്. അതിന് ഞാൻ എൻ്റെ ജീവിതകാലം വരെ മറക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ നാരായണയ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ മാനേജർ അയാൾ അത് തന്നെ. അപ്പോൾ ചീത്ത വിളിക്കാൻ മന്നൻ അവിടെ നിന്നാണ് പഠിച്ചത് ഈ ചീത്ത. അപ്പോൾ കമലഹാസൻ്റെ ഒരു 6 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയും ചേച്ചിയെ പോലെ തന്നെയല്ലേ കമലഹാസൻ, ലക്ഷ്മി അവരൊക്കെ ചിറ്റപ്പാന്ന് തന്നെ വിളിക്കുന്നത്. ചേച്ചി വിളിപ്പിച്ച് പഠിപ്പിച്ചതാ ചിറ്റപ്പാന്ന്. അത് കമലഹാസനും ചിറ്റപ്പാന്ന് തന്നെ വിളിക്കും. ശരി. ലക്ഷ്മി അവരും ചിറ്റപ്പാന്ന് തന്നെ വിളിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ സിനിമയിൽ അണ്ണൻ എന്നൊരു എല്ലാവരും പറയാറുള്ളത്. അതുകൊണ്ട് ആ ഒരു മര്യാദ ഇന്നും ഉള്ളിലുണ്ട്. ചിറ്റപ്പൻ എത്രയോ ഹീറോസിന്റെ കൂടെ ഹീറോയിൻസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പും ഇപ്പൊ വരെ ഈ ബ്രഹ്മചാരി വരെ. നസീറേട്ടൻ, സത്യൻ സാറ്, സാറ് എല്ലാവരും എടുത്തു. എല്ലാം അതായത് 6-7 പരമ്പര വർക്ക് ചെയ്ത് കഴിഞ്ഞു. അത്രയും പേരെടുത്ത്. ഇപ്പോൾ ഉള്ള ഈ കൊച്ചു പിള്ളേരെടുത്ത് ഞാൻ വന്നില്ലെന്നേ ഉള്ളൂ. 6 പരമ്പര ഷുവറായിട്ടും തീർന്നല്ലോ. നസീർ സാറും ജയൻ, നസീർ സാർ മാത്രമല്ല സുകുമാരൻ, സോമൻ, എല്ലാവരും. അതായത് ആക്ച്വലായിട്ട് പറയുമ്പോൾ സത്യൻ സാറ് മുതൽ ഇന്നത്തെ നിത്യൻ വരെ, ഒരു ചെറുപ്പക്കാരല്ലാത്ത നിത്യൻ വരെ, സത്യൻ മുതൽ നിത്യൻ വരെ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഹീറോയിൻസും. പിന്നെ അവരുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ.